ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഹലോ മുംബൈയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃത് വേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ. കൈയൊഴിഞ്ഞ വൈദ്യശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച, വിധിയെ മനോബലം കൊണ്ട് കീഴടക്കിയ ഒരു മലയാളി യുവാവിനെ പരിചയപ്പെടാം. അപകടത്തിന്റെ ആഘാതത്തിൽ 6 മാസം അനക്കമില്ലാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന മകന്റെ അരികിൽ നിശ്ചയദാർഢ്യത്തോടെ തളരാതെ നിന്ന പൊന്നുമോന്റെ ഒരു നോക്കിനായി, വാക്കിനായി കൊതിച്ച് പ്രാർത്ഥനയോടെ നിന്ന ഒരമ്മയുടെ നൊമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവം. മുംബൈ എന്ന മഹാനഗരം, ഈ മഹാനഗരത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ തന്റെ പതിവ് പ്രയാണം നടന്ന മുംബൈ എന്ന മഹാനഗരത്തെ നമുക്കെന്നും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആ നഗരം ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്ന നഗരം. അതായത് തന്റെ മകൻ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു, ഹി ഈസ് നോട്ട് ഗോയിങ് ടു കം ബാക്ക് ടു ദ നോർമൽ ലൈഫ്. ഇത് കേട്ട അച്ഛൻ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവന്റെ ചെവിയിൽ ഓതിയ മന്ത്രം, ആ സ്നേഹം, അവർ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചു. ഇന്ന് ആ മകൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എത്ര വർഷം മുമ്പായിരുന്നത്? 2011 സെപ്റ്റംബർ 23 അപകടം ഉണ്ടാകുന്നത്. പൂനെയിൽ വെച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പൂനെയിലേക്ക് പോയ ആളാണ്. അതെ, എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. അതായത് അച്ഛൻ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പം അച്ഛന്റെ പാത പിന്തുടരുന്ന ഒരു ആഗ്രഹം മകന് അല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോളേജിൽ താമസിക്കുമ്പോൾ തന്നെ അവൻ്റെ പല ഫ്രണ്ട്സിനും, പിന്നെ ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ ആ സർക്കിളിൽ ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ പോകുമായിരുന്നു. നിങ്ങൾ 3 പേരാണ് അല്ലേ? മകൻ അങ്ങനെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒന്ന് മാറി നിന്ന് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി, അങ്ങനെയാണ് പൂനെയിലേക്ക് പോയത് അല്ലേ? അതെ, അവന് ബോംബെയിൽ 92-93% മാർക്ക് SLCക്കും HSCക്കും ഉണ്ടായിരുന്നു. ന്യൂ ബോംബെയിൽ തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് ചില പരിമിതികളുണ്ട്, ചില ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ വളരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പൂനെയിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പൂനെയിൽ എത്തിയത്. എനിക്കൊന്ന് അതിനുശേഷം സുഹൃത്തിനെ വിടാൻ വേണ്ടി പോയി അല്ലേ, ബൈക്ക് എടുത്ത്. അവൻ്റെ ഒരു ഫ്രണ്ട് ബോംബെക്ക് പോരുക, അവൻ്റെ വീട്ടിലേക്ക്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കുറേ സമയം കാത്തു നിന്നിട്ട് ബസ് കിട്ടിയില്ല. അപ്പം അടുത്തൊരു ജംഗ്ഷൻ വരെ കൊണ്ടുവിടാനായിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ബൈക്കിൽ കൊണ്ടുവിടാൻ വേണ്ടി. അപ്പോൾ ബൈക്കിൽ കൊണ്ടുപോയി ഇവൻ വിട്ടിട്ട് തിരിച്ചു വരും വഴിയാണ് മറ്റേതോ വണ്ടി തട്ടി ബാലൻസ് പോയി ഒരു റിക്ഷയ്ക്കിട്ട് പോയി ഇടിച്ച് ആണ് അപകടം ഉണ്ടായതാണ് എൻ്റെ അറിവ്. ഒരു മിനിറ്റിലാണ് എല്ലാം തകിടം പറഞ്ഞത് അല്ലേ? സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് മതി നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഈ വീണ് കിടന്ന സമയത്ത് ആരാണ്? എനിക്കൊരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോയി. റിക്ഷക്കാരൻ തന്നെയാണ് ഓട്ടോറിക്ഷയ്ക്കിട്ട് പോയി ഇടിക്കുകയത്. ഏതോ വണ്ടി വന്ന് ഇവനെ തട്ടിയിട്ട് പോയി ഒരു റിക്ഷക്കിട്ട് ഇടിക്കുന്നു. പിന്നെ ആ റിക്ഷക്കാരൻ നല്ലൊരു മനുഷ്യനാണ്, തട്ടിയ വണ്ടി വിട്ടുപോയി. പക്ഷെ റിക്ഷയിലുണ്ടായിരുന്ന ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഒരു സമയത്ത് എത്തിച്ചത് കൊണ്ട് അതെ രക്ഷപ്പെട്ടു. ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മനുഷ്യൻ ഇവനെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ എടുക്കുന്നില്ല. പിന്നെ ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തകനെ അവർ വിളിച്ചുകൊണ്ട് വന്നു. ശിവസേനയുടെ നേതാക്കന്മാരെ ആരെ വിളിച്ചുകൊണ്ട് വന്നത് ആണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. അവർ ഹോസ്പിറ്റലുകാർക്ക് ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു പിന്നെ അഡ്മിഷൻ എടുക്കുന്നില്ല. അല്ല, എങ്ങനെ മനസ്സിലായത് ഇന്ന ആളാന്ന്? പിന്നെ എങ്ങനെ മനസ്സിലായത് ബോംബെക്ക് പോകുന്ന ആള് കുറെ സമയം കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നു. ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇവൻ മൊബൈൽ എടുത്തിട്ടില്ലായിരുന്നു. മറ്റ് ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, കുറെ സമയമായാലും അവൻ എന്നെ വിട്ടിട്ട് തിരിച്ചു പോകുന്നിട്ട്, പക്ഷേ ഇതുവരെ വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവരിങ്ങനെ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വഴിയിലൊരു ബൈക്ക് കിടപ്പുണ്ട്, ആക്സിഡന്റ് ആയെന്ന് അപ്പം മനസ്സിലായി അവർക്ക് ആക്സിഡന്റ് ആയതാണെന്ന്. അപ്പോൾ എവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അന്വേഷിച്ചു. അപ്പോൾ ഇന്ന ഹോസ്പിറ്റലാണ്. അവരവിടെ എത്തിക്കഴിയുമ്പം ഇത്തിരി ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അവർ ഉടനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനോട് ചിഞ്ചുവാഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ മകനെ ഇവൻ്റെ ക്ലാസ്മേറ്റ്സിനും റൂംമേറ്റ്സിനും ഒക്കെ അറിയാമായിരുന്നു. അപ്പം അവരുടനെ അവനെ വിളിച്ച് അപ്പം ഓടിയവനെ അവിടെ എത്തി. അവനവിടെ എത്തുന്നിടം വരെ ആ ഓട്ടോറിക്ഷക്കാരൻ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഡ്രൈവറെ ഒരിക്കലും കണ്ടിട്ടുമില്ല. അത്ര ഉത്തരവാദിത്തത്തോടെയാണ്
മനുഷ്യൻ ചെയ്തൊരു കാര്യം, തീർച്ചയായും. അവൻ പിന്നെ അവിടെ ആദിത്യ ബിർളയുടെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി. ചെറിയ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് മാറ്റി. അപ്പൊ അതുവരെയും താങ്കൾ അറിഞ്ഞിട്ടില്ല. ഈ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ എന്നോട് വിളിച്ച് ചോദിക്കുന്നത്, കൊച്ച പൂനെ വരെ വരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ്, ഉണ്ണിക്കൊരു ചെറിയ ബൈക്കൊന്ന് വീണ് കാലിന് ഇത്തിരി. അപ്പോൾ എടുത്തു പോയി ഞാൻ ചോദിച്ചു, ബൈക്കിൽ നിന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന തലയ്ക്കാണ് ക്ഷതമേൽക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആള് കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അവിടെ എത്തുമ്പം ആള് കോൺഷ്യസ് അല്ല. കോൺഷ്യസ് പോയിട്ട് പിന്നെ എന്താ പറയുക, ശ്വാസകോശം മുഴുവൻ ബ്ലഡ് നിറഞ്ഞിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 സൈഡിലും പൈപ്പ് ഇട്ടിരിക്കുന്നു. മൂക്കിൽ കൂടി പൈപ്പ്, വായിലൂടെ വെന്റിലേറ്റർ, അങ്ങനെ പൈപ്പുകളുടെ ഒരു മേളമാണ് അവൻ്റെ ശരീരത്തിൽ. എനിക്കൊന്നേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10-15 ദിവസം എന്താ അവിടെ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. 5.5 മാസം പൂനെയിൽ കിടന്നു. പിന്നെ 1 മാസം മിച്ചം റെയിൽവേയുടെ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ റെയിൽവേ ഹോസ്പിറ്റൽ. എനിക്കൊന്നു മകൻ ആദ്യമായിട്ട് സംസാരിച്ചത് അമ്മയോടാണ് അല്ലേ? നമുക്ക് അമ്മയൊന്ന് വിളിക്കാം. അമ്മയോടാണ് മകൻ സംസാരിച്ചത്. അന്നത്തെ ദിവസം, അതായത് കൃത്യം 6 മാസമായി, അതിന്റെ പിറ്റേ ദിവസമാണ് ഇവൻ സംസാരിക്കുന്നത്. പിന്നെ അമ്മ ഒരു ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട, അതാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ വേണ്ടാന്ന് പറഞ്ഞപ്പോ നമുക്കത് സംസാരമാണോ എന്താണെന്ന് പോലും നമുക്കറിയില്ല. മോന്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാന്ന് പറഞ്ഞു. 2 നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങളാണ് തന്നത്. അതാണ് പിന്നീട് പോസിറ്റീവിലേക്ക് മാറുന്നത് അല്ലേ? ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, he will not going to come back to the normal life. പക്ഷെ അപ്പോഴും കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ മകൻ തിരിച്ചു വരും? തീർച്ചയായിട്ടും ഹൃദയത്തിൽ വലിയൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. രക്ഷപ്പെടും. അവൻ എന്നെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത്ര ഒരു എത്ര നാള് കൊണ്ട് മകൻ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വന്നു? 197 days, 6.5 മാസം ഐസിയു. മറക്കാത്ത കണക്കുകൾ ഇന്നുണ്ട്. എപ്പോൾ ചോദിച്ചാലും പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലൊരു മുഖത്തിനൊക്കെ ഒരു പ്രസാദം പറയില്ലേ, നമ്മളെ ഒരു തെളിച്ചം, കണ്ണിനൊക്കെ ഒരു മാറ്റം. കണ്ണിങ്ങനെ തുറന്ന് കിടക്കും എന്നുള്ളതായ യാതൊരു ചലനങ്ങളും ഇല്ല. രാത്രി 12 മണി വരെ 1 മണി വരെയൊക്കെ ഞാൻ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവനോട് ഞാൻ ഇങ്ങനെ അവൻ്റെ പഴയ അവൻ്റെ സന്തോഷപ്രദമായ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവന് നിൽക്കുമായിരുന്നു. പിന്നെ അവനിങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കും, ലാപ്ടോപ്പിൽ വീഡിയോ, അവന് ഇഷ്ടപ്പെട്ട സിനിമകൾ. പിന്നീട് ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, തപാൽ വകുപ്പിലാണ്. ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഹീറോ ഒന്ന് കാണണ്ടേ? നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതം തിരിച്ചു പിടിച്ച മനക്കരുത്തിന്റെ കഥയാണിത്. നവി മുംബൈയിലെ ഉൾവയിൽ താമസിക്കുന്ന രുചിക്കിന്റെ ഒരു വേറിട്ട കഥ. വിളിക്കുന്നതിന് മുമ്പ് വളരെ ഒരു ഈ മകന്റെ പേര് അമ്മ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. എങ്ങനെയായിരുന്നത്? പേരൊരു യുണീക്ക് നെയിം ആണല്ലോ അത്. അതെല്ലാവരും അവനോട് പേര് ചോദിക്കുമ്പോൾ അവൻ പേര് പറയുമ്പോൾ അവനൊരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ അവൻ തന്നെ അതിനൊരു ഐഡിയ കണ്ടുപിടിച്ചു. ഈ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഈ പേര് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ലല്ലോ, ഒരിക്കലും. മാറ്റിയല്ലോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാ. അതെ, അപ്പൊ നമുക്കിനി ഇങ്ങനെ കാണിച്ചാൽ മതി. അതെ, ആർ യു പ്ലസ് ചീക്ക്. ആർ യു
പ്ലസ് ചീക്ക്. പൂനെക്ക് പോകണം ആഗ്രഹമൊന്നുമില്ലേ? ഇപ്പൊ ഇനിയില്ല, ഇനി പോണം. ഡിക്കോഷൻ സാറിനെ കാണാൻ പോണം. അന്ന് എങ്ങനായിരുന്നു? ഒരു ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയതല്ലേ? പിന്നീട് ഒന്നും എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല. നത്തിങ് ഇതെല്ലാം കേട്ടതാണ് എനിക്ക്. പക്ഷെ എല്ലാരും പറയാറില്ലേ ഹെൽമെറ്റ് വെക്കണമായിരുന്നൊക്കെ? അതൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓർത്തില്ലല്ലോ. 19 years പ്രായമുള്ളൂ. ആവേശം ബൈക്ക് ഓടിക്കുന്ന സീനിയറിനെ കൊണ്ട് എനിക്ക് ആവേശമില്ല. നിങ്ങൾ 19 അല്ലല്ലോ. അങ്ങനെ ഓക്കെ. അപ്പൊ അന്നത്തെ എന്റെ തോട്ടില് അന്നത്തെ ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പൂനെയിലാണ്, ഒറ്റയ്ക്കാണ്. ഫ്രണ്ട്സിന് ഫ്ലോട്ട് ചെയ്യണം, അरे बड़ा सीनियर को छोड़ के आया अकेला. അപ്പൊ അത് ആലോചിച്ച പോകുന്നു. മൊബൈൽ എടുത്തിട്ടില്ല, ഹെൽമെറ്റ് എടുത്തിട്ടില്ല. തുരന്ത് പോയിട്ട് അവിടെ ഇട്ടിട്ട് ഷൈൻ മാറിനൊക്കെ കോളേജില് കോളേജ് അതോർത്താണ് പോകുന്നത്. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് അടിച്ചു പൊളിച്ച ആളാണ്. ഒരു വർഷം അടിച്ചു പൊളിച്ചു. ഓക്കെ. ഇപ്പൊ ആ ഓർമ്മയൊക്കെ വെക്കുമ്പോ മനസ്സിൽ എന്ത് തോന്നുന്നു? നല്ല ഓർമ്മകളാണ്. നല്ല ഓർമ്മകളാണ്. ഓർമ്മകൾ എപ്പോഴും നല്ലതാണല്ലോ. അതെ, സ്വീറ്റ് മെമ്മറീസ്. ഇപ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതെ, 2 വർഷമായി. 2 വർഷമായി. മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണമെന്ന മോഹം നടന്നില്ലെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ ഹാപ്പിയാണ് രുചിക്കൻ. കൂടാതെ BAM ജേർണലിസവും ഉയർന്ന മാർക്കോടെ പാസ്സായി. ഇന്ന് എഴുത്തും പാട്ടും പ്രസംഗവും നാടകവുമായി അച്ഛനെ പോലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമാണ് പയ്യൻ. ഇനി എന്താണ് നമുക്ക് അടുത്തൊരു വിഷൻ? അടുത്ത എന്തെങ്കിലും? I want to continue the same way, go higher the ladder. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഹയർ ദ ലാഡർ വേണം. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഡിസേബിൾഡും കൂടെ ആയതുകൊണ്ട് ഹാവ് മെനി ഓപ്പർച്യൂണിറ്റീസ്. ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നല്ല എക്സാം എഴുതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ ഒത്തിരി പോസ്റ്റുണ്ട് എനിക്ക് കയറി പോകാൻ. ഹയർ പൊസിഷൻ പോകുന്നത് അവസരങ്ങളുണ്ട്. ഏജ് ഇസ് ഓൾസോ ഓൺ മൈ സൈഡ്. എന്നോട് അങ്ങനെ പൊതുവെ ആരും ചലഞ്ച് ചെയ്യാറില്ല. ഇന്ന് എന്നോട് ഒരാൾ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ത് പിടിക്കാന്ന് പറഞ്ഞേ? പഞ്ചഗുസ്തി വേണോ? പിടിക്കാം. പിടിച്ചു നോക്കല്ലേ? ഇങ്ങനെ പഠിച്ച മതിയോ? ഇതാ വരണോ? പൈസ വല്ലതും തരണോ? പിടിക്കുക. 1 2 3 പിടിച്ചോ. ഈ പരിപാടിക്ക് ഞാനില്ല. ഹൃദയസരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയസരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഓൾമോസ്റ്റ് 1 hour. 1 hour വർക്കൗട്ട് ചെയ്യും. യെസ്. രാവിലെ വൈകുന്നേരം അതോ രാവിലെ? വൈകിട്ട് ഓഫീസിൽ പോയിട്ട് വന്നിട്ട്. ട്രെയിനറൊക്കെ ഉണ്ട്? ഇല്ല, സ്വന്തം ട്രെയിനർ. ഞാനാണ് എന്റെ ട്രെയിനർ. എന്റെ ട്രെയിനിങ് ചെയ്യും. വേറെ എന്തൊക്കെയാണ് പരിപാടി? റീഡ് ചെയ്യും. പണ്ട് കളിക്കുമായിരുന്നു, ഒത്തിരി കളിക്കായിരുന്നു. ഇപ്പൊ കളി എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കളിന്റെ. ഓഫീസിൽ പോവും, വാക്കിംഗ് ചെയ്യും. എനിക്ക് വാക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നല്ല പാട്ട് കേട്ട് നന്നായിട്ട് വാക്ക് ചെയ്യുമ്പോൾ സൈലന്റ് പാട്ട് കേട്ടിട്ട് ബാക്കിയുള്ള എക്യുപ്മെന്റ് ഒക്കെ ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ കണക്ക്? 15, 12, 10 അങ്ങനെയാണോ? ഓക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒക്കെ അല്ലേ? അങ്ങോട്ട് വരട്ടെ. ഒരു കല്യാണ കാലം കൊണ്ടിരി ആൾറെഡി കണ്ടുവച്ചിട്ടുണ്ടോ? നേരത്തെ എത്ര വേണം സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴേ ഏതെങ്കിലും അച്ഛനോടും അമ്മയോടും പറയാം നമുക്കേ. സൈലന്റ്. അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യും. ഞാൻ ഈ സംഭവം പതുക്കെ അവരോടൊന്ന് അവതരിപ്പിക്കാം. എന്തൊരു പോസിറ്റീവ് വൈബാണ് ഈ രുചിക്കുന്നത്. ജീവിതത്തിൽ നനച്ചിരിക്കാതെ കയറി വന്ന ദുരന്തത്തെ മനോബലം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മറികടന്ന രുചിക്കിന് അടുത്ത ലക്ഷ്യം പരീക്ഷ എഴുതി സർക്കാർ ജോലിയിലെ ഒരു ഉയർന്ന പദവിയിലെത്തുക എന്ന് തന്നെയാണ്. ഒപ്പം ഒരു ജീവിത സഖിയെയും കണ്ടെത്തണം. എല്ലാവിധ ആശംസകളും ശ്രീ രുചിക്. ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ വേനൽ ചൂടിൽ മലയാളികളായ മാലാഖമാരുടെ തണലിലാണ് കുറേയധികം അമ്മമാർ ആശ്വാസം തേടുന്നത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് താമസവും ഭക്ഷണവും ചികിത്സയും നൽകിയാണ് കരുതലിലെ കരസ്പർശമാകുന്നത്. ഈ അമ്മമാരുടെ വിശേഷങ്ങളിൽ കിടക്കാം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ബാല്യകാലമാണ്, അല്ലേ? അല്ലേ? ബാല്യം, കൗമാരം, യൗവനം, അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമായി. വാർദ്ധക്യത്തിൽ വരുമ്പോഴാണ് പ്രശ്നം. ആരും നോക്കാനില്ലാതെ വരുന്നവരെ നോക്കുവാനായി ഈ ഭൂമിയിൽ
മാലാഖമാരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരുമൊത്ത് അങ്ങനെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഇവരൊക്കെ എവിടെ നിന്നാണ് സിസ്റ്റർ കണ്ടുപിടിക്കുന്നവരെയൊക്കെ? ഞങ്ങൾക്ക് പോലീസ് വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാ. പോലീസ് വഴി വഴിയിൽ കിടക്കുന്നവരെ അവരെ കൊണ്ടുവരും അല്ലേ? എത്ര പേരുണ്ട് കൂടെ ഇപ്പം? ഇപ്പൊ 26 പേര്. 26 പേരുണ്ട്. ഇവരെല്ലാം എവിടുത്തുകാരാണ്? ഏത് നാട്ടുകാരാണ്? അവർക്ക് തന്നെ അറിഞ്ഞൂടാ ഇവിടുത്തെ. അറിയില്ല. പക്ഷെ അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? അധികവും ഹിന്ദിയാ. ഹിന്ദിക്കാരാണ്. പിന്നെ ഒരാള് നേപ്പാളുകാരിച്ചുണ്ട്. നേപ്പാളുണ്ട്. This one. എവിടെ? ഹായ്, യു സ്പീക്ക് ഹിന്ദി? ഹിന്ദി മാലൂം വേണം. അവരെല്ലാം ഹിന്ദി സംസാരിക്കും. അപ്പം നമ്മുടെ ഈ സൗത്ത് സൈഡിൽ നിന്ന് ആരുമില്ല അല്ലെ? ഇവരൊക്കെ ഇവിടെ ഇല്ല. നമ്മുടെ കേരള സൈഡിൽ നിന്ന് ആരുമില്ല. ഇവരൊക്കെ എങ്ങനെയാണ്? ഇവർക്ക് ഈ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതിന് ഈ പൻവേല് ഒരു പാരിഷിലെ ഒരു കൂട്ടര് അവര് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സിസ്റ്റർ, അപ്പൊ ഇവർക്കൊക്കെ ഈ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഇവര് പറയാറില്ലേ? എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഇവര് വഴക്ക് കൂടുമ്പോ പറയും തിരിച്ച് വീട്ടിൽ പോകണമെന്ന്. അപ്പൊ പറയില്ലേ എനിക്ക് വീട്ടിൽ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയില്ലേ? അതൊന്നും പലർക്കും അറിഞ്ഞൂടാ. ചിലർ വല്ല 1-2 പേർക്കറിയാം. അപ്പൊ ഇവര് തിരിച്ചങ്ങനെ വീട്ടിൽ പോകണമെന്ന് ഇവര് വഴക്കുണ്ടാക്കും നന്നായിട്ടല്ലേ? പിന്നെ വഴക്കുണ്ടാവും. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് സിസ്റ്റേഴ്സ് ഇവരെ നോക്കാനൊക്കെ? ഞങ്ങളിപ്പോ 4 പേര്. ഞങ്ങൾ സുപ്പീരിയർ ധ്യാനിക്കാൻ പോയിരിക്കുക കേരളത്തില്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞാല് ഇവിടുത്തെ കുറച്ച് മലയാളികളുണ്ട് അല്ലെ? ഇവരെല്ലാരും കൂടെ ഇവിടെ വിളിച്ച് ഇവരെ പാട്ടുപാടി ഇവരൊന്ന് ഔട്ടിങ്, അതാണ് പരിപാടി. കാരണം നമുക്ക് വേണ്ടത് ജീവിതത്തിൽ മാനസിക സന്തോഷമാണ്. അതിനാണ് നമ്മുടെ കുറച്ച് മലയാളി സുഹൃത്തുക്കൾ. എവിടെ എല്ലാരും കൂടെ എന്താണ് പരിപാടി? പാട്ടുപാടുക, ഡാൻസ് ചെയ്യുക, വയോജനങ്ങളെ സന്തോഷിപ്പിക്കുക, അന്തേവാസികൾക്ക് പുറത്തിറങ്ങിയിട്ടൊന്ന് എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെയ്യാനുള്ളതാണ് പദ്ധതികൾ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ജീവാരണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പം നിങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഇവർക്കൊപ്പം ഇവർ ഡാൻസ് കളിക്കും. ഹിന്ദിയാണോ, മലയാളമാണോ, തമിഴാണോ, തെലുങ്കാണോ? മലയാളം എല്ലാം പാട്ടും ഉണ്ടായിരുന്നു. സേവ്യരേട്ടന്റെ പാട്ടും ഉണ്ടായിരുന്നു. ആരാണ് പാട്ട്? സേവ്യരേട്ടൻ വരും. ഇവിടെ കേടുന്നത് സേവ്യരേട്ടൻ വലിയ പാട്ടുകാരെന്ന് പറഞ്ഞു. ഏത് പാട്ടാ പാടുന്നത്? ഇവർക്ക് ഇപ്പൊ ഡാൻസിംഗ് ആണ് വേണ്ടത്, നാടൻ പാട്ട് പാടാം. അപ്പൊ നാടൻ പാട്ട് പാടി നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലോ? റെഡിയല്ലേ? വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൊ നിങ്ങൾ ഇത്ര പേരാണ് ഇതിന്റെ ടോട്ടൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എത്ര പേരുണ്ട്? എല്ലാവരും 19. കേരള സമാജത്തിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് 19 പേരാണ്. നമ്മുടെ മൃദുല മാഡത്തിന്റെ ഡാൻസ് ഉണ്ട്. കഴിഞ്ഞു? ഡാൻസ് കഴിഞ്ഞു? ഉണ്ട്. അക്കാഡമി ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചു അങ്ങനല്ല. കാരണം ഇവരിപ്പോ ഇത്ര പ്രായം, ഇവരെ ഈ പ്രായത്തിലൊക്കെ ഡാൻസ് പഠിക്കാൻ പറ്റും? ഡാൻസിന് പ്രായം ഒരു പ്രശ്നമല്ല. എവിടെ സിസ്റ്റർ, നമുക്ക് ഇവരെ ഒന്ന് ഡാൻസ് പഠിപ്പിച്ചാലോ? ഇവിടെ ഒരു ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചറ് ഡാൻസ് കളിക്കാനും പഠിക്കാനും ഒരു തയ്യാറാ? റെഡിയല്ലേ? പുള്ളിക്കാരി അവര് തയ്യാറാണ്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കാം. Dance, come on. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെ നിസ്സഹായ അവസ്ഥയിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറെ അമ്മമാർക്ക് മാനസിക ഉല്ലാസത്തിനായി സംഘടിപ്പിച്ച കലാസന്ധ്യ വേറിട്ട ഒരു അനുഭവമായിരുന്നു. അസുഖബാധിതരായ അനാഥരായ അമ്മമാരെ ചേർത്ത് പിടിക്കുകയായിരുന്നു മുംബൈയിലെ കുരുന്ന് പ്രതിഭകളും യുവതലമുറയും. പാട്ടുകൾക്കൊപ്പം താളമിട്ടും ചുവടുകൾ വെച്ചുമാണ് കലാസന്ധ്യയെ ഇവരെല്ലാം അവസ്മരണീയമാക്കിയത്. किनारे तो खाली पड़े नानी नानी बगली ने नाना एवा सपना नी रेत वाली डगली ने तोफानो तराप मारे हाले साव हापी जाए तो इजनी हिम्मत ने हम नहीं हापे एवो खारबो खलासी एवो आगे में प्रवासी एवो खारबो खलासी एवो आगे में प्रवासी गोतिलो 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 પોતાના જે દરિયામાં પોતાની જે ડૂબકીથી જાતલું અમૂલ મોતીલો
മൃദുനാട്യാർപ്പണവും ഖാർഗർ കേരള സമാജവും ചേർന്നൊരുക്കിയ പാട്ടും ഡാൻസും ഭക്ഷണവുമായി മനസ്സും വയറും നിറഞ്ഞാണ് ജീവിത സായാഹ്നത്തിലെത്തിയ ഈ അമ്മമാർ 4 ചുവരുകൾക്കുള്ളിലേക്ക് വീണ്ടും മടങ്ങിയത്. തൊട്ടാവാടി അത് മുള്ളുണ്ടായിട്ടും തോറ്റു തരുന്നത് അതിന് ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഒപ്പം സ്നേഹിക്കുന്നവർ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം സ്നേഹത്തിന്റെ നല്ല ദിനങ്ങളാകട്ടെ മുമ്പോട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye bye. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ